ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇലക്ട്രോണിക്സിന്റെ വീഡിയോ ആണ്. അപ്പോൾ കുറേ ദിവസം കൂടിയാണ് നമ്മൾ ഇലക്ട്രോണിക്സ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പ്രോഡക്ട്സ് വന്നിട്ടുണ്ട്, അത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ് പ്രോഡക്റ്റ് വാങ്ങാൻ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. നമ്മുടെ ഷോപ്പിന്റെ പേര് തോംസൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ്, പാല, കോട്ടയം ജില്ലയിലാണ്. ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് പാലായിൽ കുരിശുപള്ളിക്കും ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും മധ്യേ മെയിൻ റോഡ് സൈഡിലാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് അയച്ചു തരണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ലാൻഡ് ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം, വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് അയച്ചു തരുന്നതായിരിക്കും. ഇന്ന് വന്ന പ്രോഡക്ട്സ് കാണാം. അപ്പോൾ ഇന്ന് അധികം പ്രോഡക്ട്സ് ഒന്നുമില്ല കേട്ടോ, നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ, ഇത് ട്യൂട്ടറാണ്. റൗണ്ട് ടൈപ്പിലുള്ള ട്യൂട്ടർ, ഒട്ടിക്കുന്നതല്ല, ഇങ്ങനെ സ്ക്രൂ ചെയ്ത് വയ്ക്കുന്നത്. ബോക്സിലൊക്കെ സ്ക്രൂ ചെയ്യുന്ന ടൈപ്പ് ഇതുപോലത്തെ റൗണ്ട് ട്യൂട്ടറാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ വാട്ട്സ് പറയുന്നത് 300 വാട്ട്സ് ആണ് കേട്ടോ. 320. അപ്പോൾ ഈ പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തന്നെ നമുക്ക് സ്ക്വയർ ടൈപ്പിലുള്ള, കുറച്ച് നീണ്ട് ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ട്യൂട്ടർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒട്ടിക്കുന്ന പെയറായിട്ട് വരുന്ന ചെറിയ ട്യൂട്ടറും അവൈലബിൾ ആണ്. പലതരത്തിലുള്ള ട്യൂട്ടേഴ്സ് അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഇന്ന് വന്ന പ്രോഡക്റ്റാണ് കാണിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ഇത് സ്പീക്കർ വയർ ആണ്. ഗ്രേ ആൻഡ് ബ്ലാക്ക് കളറിലുള്ള സ്പീക്കർ വയർ, ഗേജ് കൂടിയ ടൈപ്പ് സ്പീക്കർ വയർ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ റോളായിട്ട് വേണമെങ്കിൽ റോളായിട്ട് കൊടുക്കും, അല്ല നിങ്ങൾക്ക് പീസായിട്ട് മുറിച്ച് വേണമെങ്കിൽ ഇപ്പോൾ 5 മീറ്റർ, 10 മീറ്റർ, 20 മീറ്റർ അങ്ങനെയൊക്കെ വേണമെങ്കിൽ അങ്ങനെയും ഇത് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ തന്നെ നമുക്ക് വേറെ കളേഴ്സും അവൈലബിൾ ആണ്. റെഡ് ആൻഡ് ബ്ലാക്ക് കളർ അവൈലബിൾ ആണ്. അതുപോലെ ബ്രൗൺ കളറിൽ വരുന്നുണ്ട്, പല കളറിൽ ഇത് വരുന്നുണ്ട്. പിന്നെ ഇത് കുറച്ച് റിമോട്ടുകളാണ്. ഇതൊക്കെ AC റിമോട്ടുകളാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഓർഡർ തന്ന റിമോട്ടുകളുണ്ട്, അല്ലാതെ നമ്മൾ സ്റ്റോക്ക് എടുത്ത റിമോട്ടുകളുണ്ട്. അപ്പോൾ ചില റിമോട്ടുകളൊക്കെ വളരെ റെയർ ആയിരിക്കും, നമുക്ക് അധികം സെയിലുള്ള ടൈപ്പൊന്നും ആയിരിക്കില്ല. അപ്പോൾ അത് നമുക്ക് കടയിൽ സ്റ്റോക്ക് കാണത്തില്ല. അപ്പോൾ അത്തരം റിമോട്ടുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഓർഡർ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വരുത്തി കൊടുക്കും. പിന്നെ വന്നിരിക്കുന്നത് നമുക്ക് 12 വോൾട്ട് 7.2 AHൻ്റെ ബാറ്ററിയാണ്. ഇതുപോലത്തെ വലിയ ബാറ്ററി, നമ്മൾ UPS-നും ഇൻവെർട്ടറിനൊക്കെ, ചെറിയ ഇൻവെർട്ടറിനൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള കൂട്ട് ബാറ്ററി. ഇത് 1 ഇയർ വാറണ്ടി ഉള്ള ബാറ്ററിയാണ്. അടുത്തത് 45 രൂപ HDMI സ്പ്ലിറ്റർ ആണ് വന്നിരിക്കുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് HDMI സ്പ്ലിറ്റർ ആണ്. അതായത് 4 ഔട്ട് എടുക്കാവുന്ന HDMI സ്പ്ലിറ്റർ. ഒരു ഇൻപുട്ടും 4 ഔട്ട്പുട്ടുമാണ് വന്നിരിക്കുന്നത്. അത്തരം HDMI സ്പ്ലിറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്നത് ഇങ്ങനത്തെ ഒരു സ്പ്ലിറ്റർ വരുന്നുണ്ട്, അതിൻ്റെ അഡാപ്റ്ററും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് മൈക്കിൻ്റെ കേബിളാണ്. അപ്പോൾ ഈ മൈക്ക് കേബിൾ എന്ന് പറയുമ്പം അത് 1.5 മീറ്റർ, 3 മീറ്റർ, 5 മീറ്റർ, 10 മീറ്റർ അങ്ങനെയാണ് അതിൻ്റെ അളവ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിന് വ്യത്യാസം കാണും. ഇതിപ്പോൾ കണ്ടോ, ഇതിൻ്റെ 2 സൈഡിലെ പിന്നും ഇത് കൂട്ട് വലിയ ജാക്കാണ് വന്നിരിക്കുന്നത്, വലിയ പിന്നാണ് വന്നിരിക്കുന്നത്. പിന്നെ ചിലത് വരുമ്പം ഒരു സൈഡിൽ വലിയ പിന്നും ഒരു സൈഡിൽ ചെറിയ ഓക്സ് പിന്ന്, അങ്ങനെ സ്റ്റീരിയോ പിന്ന് അങ്ങനെ വരും. പിന്നെ ചിലത് മൈക്കയിലോട്ട് കൊടുക്കാനുള്ള പിന്നായിരിക്കും ഒരു സൈഡിലുള്ളത്. നമ്മളിങ്ങനെ പിടിക്കുന്ന മൈക്കിൻ്റെ പുറകെ കുത്തുന്ന ആ പിന്നായിരിക്കും വരുന്നത്. ഒരു സൈഡിൽ ഇതുപോലത്തെ പിന്ന്, അങ്ങനെ പലതരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ശരിക്കും ഇത് കൂട്ട് ഈ കവറിന് പുറത്ത് ഇതിന് ഓരോ നമ്പറുണ്ട്. ഇതിപ്പം 334B, 334A അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ആ രീതി അനുസരിച്ച് വരുന്നത്. പക്ഷെ അതൊന്നും നമുക്ക് ആർക്കും അങ്ങനെ കൂടുതൽ ആർക്കും അറിയത്തില്ല അങ്ങനത്തെ നമ്പറൊന്നും പറയാം. അപ്പോൾ മിക്കവാറും ഒന്നെങ്കിൽ ഇങ്ങനെ എല്ലാവരും പറയും, ഇങ്ങനെ 2 സൈഡിലും ജാക്കുള്ളത് കേബിൾ വേണം, അല്ലെ ഒരു സൈഡിൽ സ്റ്റീരിയോ പിന്നും ഒരു സൈഡിൽ ജാക്കുള്ളതും. അപ്പോൾ അങ്ങനെയാണ് സാധാരണ എല്ലാവരും വന്ന് പറഞ്ഞ് മേടിക്കുന്നത്. മൈക്കിൻ്റെ കേബിളിന് ലെങ്ത് വ്യത്യാസം വരും, അതനുസരിച്ച് റേറ്റിനും വില വ്യത്യാസം വരും. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള കേബിളുകളാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് 3 മീറ്ററിൻ്റെ, ഇത് അതിൻ്റെ തന്നെ 5 മീറ്ററിൻ്റെ വരുന്നത്. ഇതാ ഇങ്ങനെ 2 സൈഡിലും വലിയ പിന്നെ 5 മീറ്റർ കേബിളാണ് ഇതിൽ വരുന്നത്. ഇത് 10 മീറ്ററിൻ്റെയാണ് വന്നിരിക്കുന്നത്. പിന്നെ അത് തന്നെ വലിയ പിന്നെ തന്നെ കേബിള് 10 മീറ്റർ ലെങ്ത് ഉണ്ട്. പിന്നെ ഇത് റിമോട്ടാണ്. പിന്നെ നമുക്ക് അടുത്തത് വന്നിരിക്കുന്ന ഹെയർ ആൻഡ്രോയിഡ് TVയുടെ റിമോട്ട് വന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ഇതൊരു ഐബൽ TVയുടെ റിമോട്ട്. ഇത് നമുക്ക് ഓർഡർ വന്നതാണ്, അത് വരുത്തിയതാണ് ഈ റിമോട്ട്. പിന്നെ സെല്ലുകൾ വന്നിട്ടുണ്ട്, ചെറിയ സെല്ലുകൾ. ഇത് 12 വോൾട്ട്
12 വോൾട്ട് 23 ആംബിയർ സെല്ല്. ഇത് ഈ കോളിംഗ് ബെല്ല് നമ്മൾ ബാറ്ററി ഇടുന്ന കറണ്ടേ കൊടുക്കുന്നതല്ല, അല്ലാത്ത ബാറ്ററി ഇടുന്ന കോളിംഗ് ബെല്ലില്ലേ അതിന് വരുന്നതാണ്. പിന്നെ ചില ഈ BP ഷുഗറൊക്കെ നോക്കുന്ന മെഷീനുകൾക്കൊക്കെ അങ്ങനെ ചിലതിനൊക്കെ ഇത് വരുന്നുണ്ട്. 12 വോൾട്ട് 23 ആംബിയർ ബാറ്ററി. പിന്നെ ഉള്ളത് LR 1130 പറഞ്ഞിട്ട് ഇങ്ങനെ ബട്ടൺസ് അല്ല. അപ്പോൾ ഇതൊക്കെ പല തരത്തിലുള്ളതുണ്ട്. ഇതിൻ്റെ കട്ടി കൂടിയത്, കട്ടി കുറഞ്ഞത്, റൗണ്ട് കൂടിയത്, അങ്ങനെ പല തരത്തിലുള്ളതാണ് വരുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ നമ്പർ കാണും. ആ നമ്പർ വെച്ചാണ് നമ്മളത് വാങ്ങുന്നത്. പിന്നെ ഇത് വന്നിരിക്കുന്നത് ഇത് അഡാപ്റ്ററാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ വരുന്നത് 24 വോൾട്ട് 2 ആംബിയർ അഡാപ്റ്ററാണിത്. ഇതാ ഈ ടൈപ്പ്. Last transaction amount is 750 rupees. Thank you. LG റിമോട്ട്. LGയുടെ ഇങ്ങനെ മൗസ് ഉള്ള ടൈപ്പ്, സ്ക്രോൾ ചെയ്യാവുന്ന മൗസ് ഉള്ള ടൈപ്പ് റിമോട്ട്. പിന്നെ കുറച്ച് ഇത് ഐബെല്ലിൻ്റെ ടോർച്ചുകൾ 2-3 ഐറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വേറെ കുറേ മോഡലുകളൊക്കെ ഐബെല്ലിൻ്റെ ടോർച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അതല്ല, വേറെ കുറച്ച് മോഡലുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കാം. അപ്പോൾ ഐബെല്ലിൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം 1 ഇയർ വാറണ്ടി ഉള്ള പ്രോഡക്റ്റ്സ് ആണ്. ഇത് ഒരു ടൈപ്പ് ടോർച്ച്. ഇതൊക്കെ ഒരു ബേസ് മോഡലിൽ വരുന്ന ടോർച്ചാണ് കേട്ടോ. അപ്പോൾ ഇതിനിങ്ങനെ ഉണ്ടോ, ഇങ്ങനെ നമുക്ക് ഒരു ഹുക്കുണ്ട്. നമുക്ക് ഇപ്പം പാൻറ്റിൻ്റെ പോക്കറ്റിലോ അല്ലെങ്കിൽ ഷർട്ടിലോ അങ്ങനെയൊക്കെ നമുക്ക് കൊളുത്തി ഇടാൻ പറ്റിയിട്ടുള്ള ഹുക്കുള്ള ടൈപ്പ് ടോർച്ചാണ്. മെറ്റൽ ബോഡിയാണ് വരുന്നത്. അപ്പോൾ ഇത് സൂമിംഗ് ഉള്ള മോഡലാണ് ഈ ടോർച്ച്. അതുപോലെ തന്നെ ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്, ഡിമ്മും ബ്രൈറ്റും ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ ഒരു LED ഇൻഡിക്കേഷൻ ഉണ്ട്. ചാർജ് ചെയ്യുമ്പോൾ നമുക്കിത് അറിയാൻ പറ്റും. ചാർജ് കുറയുമ്പം ഇത് കുറഞ്ഞു വരും, ചാർജ് ചെയ്യുമ്പോൾ അത് തെളിഞ്ഞ് നമുക്ക് ആ ചാർജിങ് ലെവൽ അറിയാൻ പറ്റും. പിന്നെ സൈഡിലായിട്ട് ഒരു എമർജൻസി പോലത്തെ ഒരു ലൈറ്റും കൂടെ ഉണ്ട് കണ്ടോ. അപ്പോൾ ഇത് രണ്ടിനും 2 സ്വിച്ചാണ്. ടോർച്ചിന് ഒരു സ്വിച്ച്, എമർജൻസിക്ക് വേറൊരു സ്വിച്ച്. അപ്പോൾ സാധാരണ ചില ടോർച്ചിനൊക്കെ എല്ലാം ഒറ്റ സ്വിച്ചിലായിരിക്കും വരുന്നത്, പക്ഷേ ഇതിന് 2 സ്വിച്ച് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ചാർജിങ് പോർട്ട് C ടൈപ്പാണ്. പിന്നെ ഇത് നമുക്കൊരു പവർ ബാങ്ക് പോലെ ഉപയോഗിക്കാനും പറ്റും. ഇവിടുത്തെ USB പോർട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ വേണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ ചാർജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ആ ഒരു മോഡൽ ടോർച്ചാണിത്. ഇതിൻ്റെ MRP കൂടി പറയാം. MRP 1599 അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഡിസ്കൗണ്ടിലാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് വിൽക്കുന്നത്. ചാർജിങ് കേബിൾ ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. അഡാപ്റ്റർ നമ്മുടെ മൊബൈലിൻ്റെ അഡാപ്റ്റർ തന്നെ യൂസ് ചെയ്യുക. 1 ഇയർ വാറണ്ടിയാണ് ഇതിന് കമ്പനി തരുന്നത്. അപ്പം അതൊരു മോഡല്. പിന്നെ വന്നിരിക്കുന്ന ഒരു മോഡല് ഇത് അടുത്ത മോഡൽ ടോർച്ച്. മെറ്റൽ ബോഡിയാണ്, കുറച്ചുകൂടെ വലിപ്പമുള്ളതാണ്. അപ്പോൾ ഇത് ഹാങ് ചെയ്യാനായിട്ട് ഇതിൻ്റെ കൂടെ ഒരു ഇതുപോലത്തെ ഒരു വള്ളിയൊക്കെ ഉണ്ട്. നമുക്കിവിടെ ഇത് കൊളുത്തിയിട്ടിട്ട് കൈ പിടിച്ചുകൊണ്ട് നടക്കാനൊക്കെ എളുപ്പമുണ്ട്. പിന്നെ ഇതിൻ്റെ മോഡ് വരുന്നത് ഇതാണ്, സൂമിംഗ് ഉള്ള ടോർച്ചാണ്, നല്ല പ്രകാശമുള്ള ടോർച്ചാണ്. പിന്നെ ഡിമ്മ്, ബ്രൈറ്റ്, ഫ്ലാഷ് ലൈറ്റ് എല്ലാം അത്രയും മോഡലുകളുണ്ട്. പക്ഷേ സൈഡിൽ എമർജൻസി ഇല്ല, ഒരു ടോർച്ച് പോലെ യൂസ് ചെയ്യാം. ഇതിനും LED ഇൻഡിക്കേഷൻ ഉണ്ട്. ചാർജിങ് പോർട്ട് C ടൈപ്പാണ്. അപ്പോൾ അതിനുള്ള കേബിൾ ഇതിൻ്റെ കൂടെ തരുന്നുണ്ട്. ചാർജർ മൊബൈൽ ഫോണിൻ്റെ ചാർജർ ഉപയോഗിക്കുക. പിന്നെ ഇതിന് നമുക്ക് ഇപ്പം ഇതിനകത്ത് ബാറ്ററി ചാർജ് ഇല്ലെങ്കിൽ പോലും നമുക്ക് വേറെ ബാറ്ററി ഇട്ട്, നമ്മുടെ സാധാരണ ബാറ്ററി ഇതിനകത്തിട്ട് ഇപ്പം നമ്മുടെ സാധാരണ ബാറ്ററി ഇതിനകത്തിട്ട് നമുക്ക് ഈ ടോർച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ള ഒരു ബാറ്ററി കേസും കൂടെ ഈ ടോർച്ചിൻ്റെ കൂടെ അവൈലബിൾ ആണ്. അപ്പം ഇതും 1 ഇയർ വാറണ്ടി ഉള്ള പ്രോഡക്റ്റ് ആണ്. ഇതിൻ്റെ MRP വരുന്നത് 1550 ആണ്. ഇനി ഒരു മോഡൽ ടോർച്ചും കൂടെ വന്നിട്ടുണ്ട്. 1050 രൂപ MRP വരുന്ന ടോർച്ച്. അപ്പം ഇതാണത്. അപ്പം ഇതിനും സൂമിംഗ് ഉള്ള ടൈപ്പാണ്. സൂമിംഗ് ഉണ്ട്, ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്, സൈഡിൽ എമർജൻസി ഉണ്ട്. ഇതെല്ലാം ഒറ്റ സ്വിച്ചിലാണ്.
എമർജൻസി ഇങ്ങനെ റെഡ് ഉണ്ട്, ഫ്ലാഷ് മോഡുണ്ട്, അങ്ങനെ പല മോഡിൽ തെളിയിക്കാം. USB ചാർജിങ് ആണ്, ഹാങ് ചെയ്തിടാനുള്ള ഒരു വള്ളിയുണ്ട്, 1 ഇയർ ഗ്യാരണ്ടിയാണ് തരുന്നത്. അതുപോലെ തന്നെ USB കേബിളും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ന് ഈ 3 ടൈപ്പ് ടോർച്ചുകളാണ് വന്നിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് 12 വോൾട്ട് 2 ആംപിയർ അഡാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ കോമൺലി മിക്കതും ഇതാണ് വരുന്നത്, 12 വോൾട്ട് 2 ആംപിയർ അഡാപ്റ്റർ. അപ്പോൾ ഇതിൻ്റെ കൂടെ 2 പിന്നാണ്, 2 in 1 പിന്നാണ് ഇത് കേട്ടോ. ഇങ്ങനത്തെ 2 പിന്ന്, വലിയ പിന്നും ചെറിയ പിന്നും വരുന്നുണ്ട്. അപ്പോൾ ഏത് പിന്നാണോ അതനുസരിച്ച് നമുക്ക് ഈ ഒരു അഡാപ്റ്റർ വെച്ച് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് വന്നിരിക്കുന്നത് ഐബെല്ലിൻ്റെ വെയിങ് മെഷീനാണ്. ഇതാ വളരെ വെയിറ്റ് കുറഞ്ഞ സ്ലിം ടൈപ്പ് ഗ്ലാസിൻ്റെ വെയിങ് മെഷീനാണ് വന്നിരിക്കുന്നത്. ഇത് 180 കിലോ വരെ മാക്സിമം നമുക്ക് ഇവത്തേൽ തൂക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് കയറി നിൽക്കാൻ പറ്റിയിട്ടുള്ള വെയിങ് മെഷീനാണ്. മാക്സിമം 180 കിലോ വരെ ഇവത്തേൽ കാണിക്കും. പൊട്ടുമൊന്നുമില്ല. ചിലർക്കൊരു സംശയം, ഇത് ഗ്ലാസ് അല്ലേ കയറി നിന്നാൽ പൊട്ടുമെന്ന്. ഇതങ്ങനെ പൊട്ടുന്ന ടൈപ്പൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇതാണ് വളരെ സ്ലിമ്മായിട്ടുള്ള ഒരു വെയിങ് മെഷീനാണ്. 2 AAA ബാറ്ററിയാണ് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഐബെല്ലിൻ്റെ പ്രോഡക്റ്റാണ്. അപ്പം ഓട്ടോമാറ്റിക് ഷട്ട് ഡൗൺ ഉണ്ട്. നമ്മളിപ്പം കയറി നിന്ന് കഴിയുമ്പം ഡിസ്പ്ലേ തെളിഞ്ഞ് നിൽക്കും. അല്പസമയത്തിന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അല്പസമയത്തിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിസ്പ്ലേ ഷട്ട് ഡൗൺ ആയിക്കോളും. അപ്പം അതിൻ്റെ MRP വരുന്നത് 1090 രൂപയാണ്. അപ്പം നമ്മൾ ചെറിയൊരു ഡിസ്കൗണ്ടൊക്കെ ഇട്ടാണ് നമ്മളിത് വിൽക്കുന്നത്. പിന്നെ അടുത്തത് വന്നിരിക്കുന്നത് ഐബെല്ലിൻ്റെ റേഡിയോ ആണ്. അപ്പോൾ റേഡിയോ പുതിയ പാക്കിംഗ് ഒക്കെയാണ്. ഇപ്പോൾ പഴയത് ആ പാക്കിംഗ് ഒക്കെ മാറ്റി ഇപ്പോൾ പുതിയത് വരുന്നത് ഇതാ ഇങ്ങനെയൊരു പാക്കിങ്ങിലാണ്. അപ്പോൾ ഇത് റീചാർജബിൾ ബാറ്ററിയും കൂടെ ഉള്ള റേഡിയോ ആണ് കേട്ടോ. ഇൻബിൽറ്റ് റീചാർജബിൾ ബാറ്ററി ഉണ്ട്. ഇതിപ്പോൾ ഇൻബിൽറ്റ് റീചാർജബിൾ ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് നമുക്ക് കറണ്ടയിൽ യൂസ് ചെയ്യാൻ വേണ്ടി മൊബൈൽ ചാർജറാണ് ഉപയോഗിക്കുന്നത്. C ടൈപ്പ് മൊബൈൽ ചാർജർ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് 3 ബാറ്ററി ഇട്ട് വേണേലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കറണ്ടേ കുത്തി ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇൻറ്റേർണൽ ബാറ്ററി ചാർജ് ആയിക്കോളും. അപ്പോൾ നമുക്ക് കറണ്ട് ഇല്ലാത്തപ്പോഴും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്ത് നമുക്ക് 3 ബാറ്ററി, വലിയ ബാറ്ററി യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ചാർജർ, മൊബൈലിൻ്റെ ചാർജർ ഉപയോഗിക്കുക. ഇതിൻ്റെ കൂടെ അഡാപ്റ്റർ ഇല്ല കേട്ടോ. അഡാപ്റ്റർ ഇല്ലാതെയാണ് ഈ റേഡിയോ വരുന്നത്. 1 ഇയർ വാറണ്ടി ഉണ്ട്. വാറണ്ടി കാർഡ്. അപ്പോൾ ഇതിൻ്റെ MRP വരുന്നത് 1750 രൂപയാണ്. MRP ആണ് കേട്ടോ പറയുന്നത്. നമ്മുടെ വില അതിൽ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ ബാൻഡ് വരുന്നത്, ഇതിനകത്ത് കാണിക്കുന്ന ബാൻഡുകൾ മീഡിയം, ഷോർട്ട് വേവ്, FM, TV1, TV2 എന്നൊക്കെ കാണിക്കുന്നുണ്ട്. TV സൗണ്ടൊന്നും ഇപ്പോൾ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ TV1, TV2 ഒഴിവാക്കുകയാണെങ്കിൽ 3 ബാൻഡ്, അല്ലാതെ ഇതിനകത്ത് 5 ബാൻഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റാണ് ഇന്ന് നമുക്ക് വന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ്, പറ്റുന്നവരൊക്കെ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. അല്ലാത്തവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. പ്രോഡക്റ്റ് അയച്ചു തരുന്നതായിരിക്കും.